ഹലോ ഗേസ്, ഞാൻ ഇന്ന് രാവിലെ കടക്കപ്പായ കിടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്ത് എൻ്റെ ദൈവമേ, കടല വെള്ളത്തിലിട്ടിട്ടില്ലല്ലോ എന്നോർത്തത്. പെട്ടെന്ന് അപ്പത്തിനൊക്കെ അരച്ച് വെച്ചു. പക്ഷെ വന്നപ്പോൾ അപ്പവും പൊങ്ങിയിട്ടില്ല, കടലയും ഇല്ല. പിന്നെ ഞാൻ പെട്ടെന്ന് കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തോട്ടിട്ട് അത് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ അത് ഒരുമാതിരി കുതിരും. പിന്നെ ഒരു 5-8 വിസിലടിക്കുമ്പോഴത്തേന് തന്നെ കടല ഓക്കെ ആകും. അപ്പോഴത്തേനും ഞാൻ ഞങ്ങളുടെ പുറത്തെ ഡിങ്കുമോനെ കണ്ട് ഡിങ്കുമോൻ ഇങ്ങനെ വന്ന് ഇരിക്കുക. ഞാനിപ്പോൾ എപ്പോഴും കൊടുക്കുന്നുണ്ട്. ആ ഗേറ്റിന് വെളിയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുക. ഞാൻ അവന് വെള്ളമൊക്കെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി വെയിലാണ് അവിടെ. എന്നിട്ട് അതിൻ്റെ ചെറിയ തണലത്ത് കയറി പുള്ളി ഇങ്ങനെ കിടക്കുക. നമുക്ക് കുട്ടൂസിനുള്ളതുകൊണ്ട് അകത്ത് കയറ്റാനും നോക്കത്തില്ലല്ലോ. ഇവർക്ക് കുത്തിവെപ്പോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ എല്ലാവരെയും നമുക്ക് നോക്കാനും എൻ്റെ ദിവസവും തന്നെ നല്ല അതൊക്കെ ഭയങ്കര സങ്കടമാണ്. ഞാൻ പിന്നെ ഓർക്കാതിരിക്കാൻ ശ്രമിക്കും. പക്ഷെ അവന് ഞാൻ രാവിലെ വൈകിട്ട് ഫുഡ് കൊടുക്കും. പിന്നെ ഞാൻ കുഴിച്ച് വെച്ച ഇതാണ് ചീരത്തണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അതെടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പം ഉണ്ടാക്കാൻ ഒക്കത്തില്ല, കടല കുതിരാതെ അത് വേവിക്കാനും ഒക്കത്തില്ലല്ലോ. അപ്പം ഞാൻ ഓർക്കുന്ന ഇത് ചീര അരിഞ്ഞ് മൺപയറിട്ട ഒലത്തുനിന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഞാൻ ചീര അരിഞ്ഞു വൻപയർ ഞാൻ കുക്കറിനകത്തിട്ട് വേവിച്ചു അരപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ നിങ്ങളെ ഞാനത് ഒലത്തുനിന്ന് കാണിക്കാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ എനിക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് വേണ്ടേ, അതിനുവേണ്ടി ഞാൻ കാണിക്കുന്നു. അതേ കുതിരാൻ വെച്ച കടല കണ്ടോ, ഒരുമാതിരി ഇപ്പം വിസിൽ ഇതിനകത്ത് കുക്കറിനകത്തിട്ട് ഒരു 5-8 വിസിലെങ്കിലും അടിച്ചാൽ അത് ഓക്കെ ആകും. അപ്പോഴത്തേനും നമ്മളിനി തലേദിവസം ഇട്ടില്ല എന്നുള്ള ടെൻഷൻ. പക്ഷേ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്ന അമ്മമാർക്കൊക്കെ ഇച്ചിരി പാടാകാലിച്ച് ഇത് കുതിരാൻ കുറേ സമയം എടുക്കുമല്ലോ. ഇവിടെ ഇപ്പം കൊച്ചു പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇച്ചിരി താമസിച്ചായാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ പയർ പെട്ടെന്ന് ഉലത്തി ചീരയും അരിഞ്ഞു തോരനാക്കി എടുക്കുക. നിങ്ങളെ കാണിക്കാം. അപ്പം അത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനിത് കാണിക്കുമ്പോൾ ഓർമ്മയ്ക്കോ ഇതാണ് വലിയ കാര്യമെന്ന് വെച്ചത്. എനിക്ക് വലിയ കാര്യം തന്നെയാണ്. ഞാൻ രാവിലെ എണീറ്റ് ഒരു ചീരത്തോരനുണ്ടാക്കി. ഇനി മീൻ ഇച്ചിരി കഴിഞ്ഞ് മേടിച്ച് അതും ഉണ്ടാക്കി കഴിയുമ്പോൾ ഇന്നത്തെ ലഞ്ചിൽ